ഹായ് ഓൾ, ഇന്ന് നമുക്ക് സോയാബീൻ ഇതുപോലൊന്ന് ട്രൈ ചെയ്തെടുത്താലോ. അധികം ഓയിലൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നല്ല ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു കറി. എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം കുതിർത്ത് വെച്ച സോയാബീൻ നല്ലതുപോലെ പിഴിഞ്ഞ് ഒട്ടും വെള്ളമില്ലാതെ ഡ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലോട്ട് മാറ്റി ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, ഒരൽപ്പം കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞത്, ഒരൽപ്പം മാത്രം വെള്ളം ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിൽ ഒരൽപ്പം ഓയിൽ ചേർത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. ഒരൽപ്പം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സൈസ് വലിയുള്ളി കനം കുറഞ്ഞ് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എളുപ്പം കുക്കായി കിട്ടാൻ അല്പം ഉപ്പ് കൂടി ചേർത്ത് യോജിപ്പിക്കാം. കളറ് മാറുന്നത് വരെ ഒന്ന് ഇതുപോലെ വഴറ്റി കൊടുക്കാം. ഇതുപോലെ കളറ് മാറിയൊന്ന് വരുന്നുണ്ട്. ഒരു വലിയ സൈസ് പട്ട കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഒരു പച്ചമുളക് നെടുവേ കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 തക്കാളി കനം കുറഞ്ഞ് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാറ്റി വെച്ച സോയാബീൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അധികം വെള്ളമില്ലാതെ നമ്മളിതുപോലെ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കണം. എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അല്പം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. അധികം ഓയിലൊന്നും ചേർക്കാതെ നല്ലൊരു ഡ്രൈ ചെയ്ത സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം.